ഹായ്, ഇന്ന് ഞങ്ങൾ MBA ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോൺവെക്കേഷൻ ഡേ ആണ്. എൻ്റെ ഈ MBA ജേണിയുടെ കുട്ടി സ്റ്റോറി ഞാനിവിടെ ഷെയർ ചെയ്യാണ്. BBA കഴിഞ്ഞ് സെയിം ഇയർ 2019 ഞങ്ങളുടെ കല്യാണം. ഡിഗ്രി സമയത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ MBA ചെയ്യണം എന്നുള്ളത്. അപ്പോഴും ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും ഇങ്ങോട്ട് വന്നു കേട്ടോ. ചുമ്മാ ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുക എന്ന് പറയുന്ന ആദ്യമൊക്കെ സുഖമുള്ള പരിപാടിയായിരുന്നേ. പിന്നെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അത് തന്നെയായി. അന്നാണെങ്കിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് അല്ലായിരുന്നേ. ഇവിടെ വന്നപ്പോൾ ഫ്രണ്ട്സ് ഇല്ല, ലാംഗ്വേജ് പ്രോബ്ലം. MBAക്ക് ഞാൻ പോകുന്നില്ല എന്ന് തന്നെയായിരുന്നു കേട്ടോ അന്ന് തീരുമാനിച്ചത്. നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ വിളിച്ച് ചോദിക്കുകയായിരുന്നു, ബാംഗ്ലൂർക്ക് വരുമോ, നമുക്ക് ഇവിടെ നിന്ന് ഒരുമിച്ച് അഡ്മിഷൻ എടുക്കാം, MBAക്ക് പോകാമെന്നൊക്കെ. അതൊന്നും നടന്നില്ല കേട്ടോ. അന്നും ഇന്നും എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്ന അപ്പുവേട്ടൻ തന്നെയാണ്. MBA ചെയ്യുന്നില്ല എന്ന എൻ്റെ തീരുമാനത്തിൽ തന്നെ മാറ്റി കൃപാനിധിയിൽ MBAക്ക് അഡ്മിഷൻ എടുത്തതിൻ്റെ പിന്നിലുള്ള എല്ലാ എഫേർട്ടും അപ്പുവേട്ടൻ്റെ ആണ്. 22-ലാണ് ഞാൻ അഡ്മിഷൻ എടുക്കുന്നത്. ഇത്രയും ഗ്യാപ്പ് വന്നുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ക്ലാസ് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടി, ലാംഗ്വേജ് ബെറ്ററായി, പിന്നെ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി നല്ല ചേഞ്ചസ് വന്നു കേട്ടോ. 1 ഇയർ കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയി. ആ ഒരു ടൈമിൽ ക്ലാസ് പോകാൻ വേണ്ടി ഞാനും ഏട്ടനും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ 7th മന്തിലായിരുന്നു കേട്ടോ സെക്കൻഡ് സെം എക്സാം. അതും കഴിഞ്ഞ് ഞാൻ ഡെലിവറിക്ക് വേണ്ടി നാട്ടിലോട്ട് പോയി. ഡെലിവറി കഴിഞ്ഞ് പിന്നെ എൻ്റെ കോളേജിലെ റീഅഡ്മിഷൻ പ്രോസസ്സ് അത് നല്ല ടഫ് ആയിരുന്നു കേട്ടോ. കോളേജിൽ നിന്ന് നമുക്ക് വലിയ സപ്പോർട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിലും കോളേജിലും ആയിട്ട് ഏട്ടൻ ഇതിനു വേണ്ടി ഒത്തിരി കയറി ഇറങ്ങിയിട്ടുണ്ട്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഗാർഡിയന് കിട്ടേണ്ട റെസ്പെക്റ്റ് പോലും ഡീൻ മാമിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഡീൻ മാറിയിട്ടോ. അങ്ങനെ എൻ്റെ ജൂനിയേഴ്സിൻ്റെ കൂടെ പുതിയ ഫ്രണ്ട്സ്, ക്ലാസ് റൂം, പുതിയ ടീച്ചേഴ്സ്, MBA സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഹെൽപ്പും സപ്പോർട്ടും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത് നടക്കില്ലായിരുന്നു.